മച്ചാമാരെ, ഇന്ന് നമ്മൾ സൈറ്റിൽ പണിയുന്ന സൈറ്റിനടുത്ത് ഒരു വീട്ടിൽ അവർ വന്ന് ക്ലയൻറ്റ് ആ വീട്ടിലെ ഓണർ വന്ന് പറഞ്ഞു അവരുടെ വീട്ടിൻ്റെ തട്ട് ഒരു സൈഡ് മൊത്തം നല്ല സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കുമെന്ന് കേട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ കണ്ട കാര്യം എന്ന് പറയണത് ഇത് നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ തട്ട് ചാന്തിട്ടിരിക്കുന്നതാണേ. സൗണ്ട് കേൾക്കാമോ? ഉണ്ടോ? ഇവിടെ മൊത്തം പോയിരിക്കുകയാണ്. ഉണ്ടോ? ഇതിപ്പം ഇവിടെ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ പൊട്ടി വരും. ഉണ്ടോ? നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒന്നുണ്ടോ? ഉണ്ടോ? അപ്പം ഈ തട്ട് മുഴുവനും പോയിരിക്കുകയാണ്. അപ്പം അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് അവർ ചോദിച്ചപ്പം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കാരണം ഇവിടെയാണ് സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കൊടുത്തതുകൊണ്ട് ഒന്നെങ്കിൽ ഇവിടെ ചാന്തിടാൻ നേരത്ത് ഈ ചാന്ത് ഉണങ്ങിപ്പോയി കാണും. അതായത് ചാന്ത് ഉണങ്ങിപ്പോയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് ചുറ്റുമ്പോൾ ആ ഗ്രൗട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ ചാന്തിൽ നിന്ന് വിടും. അപ്പോൾ വിടാൻ നേരത്ത് പറ്റുന്നത് എന്താ, ഇതുപോലെ ഗ്രൗട്ട് എയറിൽ നിൽക്കും. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കും. പിന്നീട് ഇവിടെ നിന്നൊക്കെ ഇളവിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇളവി പോയി തുടങ്ങി. ഇതാ കണ്ടോ, ഇവിടെ തട്ട് ഇളവി. അപ്പം അങ്ങനെ ഇത് മൊത്തം ഇളവി പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ചാന്തിടാൻ നേരത്ത് മാക്സിമം ഒരു അരയിഞ്ച് കനത്തിൽ കൂടുതൽ ചാന്തിടാൻ പാടില്ല. കാരണം അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പൊട്ടൽ വീഴും. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചാന്ത് ഇട്ടതിന് ശേഷം ഈ ചാന്ത്, അതായത് ഇതിപ്പോൾ ഇത്ര ഏരിയ ഉണ്ട്, അപ്പോൾ ആ ചാന്ത് ഇട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഏകദേശം പകുതിയാകുമ്പം തന്നെ നമ്മൾ ഗ്രൗട്ട് ചുറ്റി വരണം. ഗ്രൗട്ട് ചുറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചാന്ത് കിടന്ന് ഉണങ്ങും. കാരണം അത്രയ്ക്ക് നല്ല വെയിലാണ് അടിക്കുന്നത്. അപ്പോൾ ആ ചാന്ത് കിടന്ന് ഉണങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രൗട്ട് ഊറ്റി കഴിഞ്ഞാൽ അത് ഗ്രൗട്ട് പിടിക്കില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഗ്രൗട്ട് കൊണ്ട് അങ്ങ് പൊട്ടി മാറും. അതായത് ചാന്തിൽ നിന്ന് ഗ്രൗട്ട് വിടും. അപ്പോൾ ഗ്രൗട്ട് മാത്രം എയറിൽ നിൽക്കും. ഇതിപ്പം തട്ടി മൊത്തം പൊട്ടിക്കണം. അപ്പോൾ എയറിൽ നിൽക്കും. രണ്ടാമത്തെ കാര്യം, വെള്ളം നനയ്ക്കുന്നത്. അതായത് തട്ട് ചാന്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 5-6 ദിവസം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കെട്ടി നിർത്തണം. ഈ ഓവൊക്കെ അടച്ചിട്ട് നമ്മൾ കെട്ടി നിർത്തണം. പക്ഷെ അത് ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല. ഇവിടെയൊന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഇത്ര ഏരിയ നല്ല സ്ട്രോങ് ആണ്. ഇപ്പം പ്രശ്നം വന്നിരിക്കുന്നത് ഇത്രയും സ്ഥലത്താണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഇട്ടിട്ട് ഏകദേശം 2 മാസമേ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് ഇത്രയും, അതായത് ഈ സൗണ്ട് കേൾക്കുന്നത് ഇത്ര ഏരിയ നമ്മൾക്ക് പൊട്ടിച്ചെടുത്ത് ചാന്തെല്ലാം പൊട്ടിച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നനച്ചിട്ട്, അതായത് ലൂസ് ഗ്രൗട്ട് ഒഴിച്ച് ചാന്തിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ ചാന്തിടുമ്പോൾ ഈ ചാന്ത് ഉണങ്ങുന്ന മുമ്പേ ഗ്രൗട്ട് ചുറ്റണം. ഗ്രൗട്ട് ചുറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ വെള്ളം നല്ല കെട്ടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടോ, ഇതുപോലെ പൊട്ടൽ വിടും. ഇപ്പോൾ ഇവിടെയൊക്കെ മൊത്തം പൊട്ടിപ്പോയി. ഇതിപ്പോൾ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇളക്കി എടുക്കാം. ഇതേപോലെ ഇത് കണ്ടോ, വെറും മണൽ പോലെയാണ് വരുന്നത്. അപ്പോൾ അത് മണൽ വരുന്ന, ഒന്ന് ഇതിൻ്റെ നനവ് ശരിയല്ല, 2 ഇവിടെ ചാന്ത് ഉണങ്ങിയതിന് ശേഷമാണ് ഈ ഗ്രൗട്ട് ചുറ്റിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പം ചാന്തിട്ടാലും ഈ ഏറ്റവും ടോപ്പൊക്കെ ചാന്തിടുമ്പോൾ നല്ല രീതിയിൽ വെയിലടിക്കുന്നതാണ്. അപ്പം നല്ല ലൂസ് ചാന്ത്, അതായത് ഒരുപാട് പൊടി, ഈ ചില ആൾക്കാർ ചാന്തിടാൻ നേരത്ത് നല്ല പൊടി പരുവത്തിലിടും. അങ്ങനെ ചെയ്യാതെ നല്ല ലൂസ് ചാന്തിട്ട്, അത് പകുതി, ഏകദേശം ഒരു 4 മാലുണ്ടെങ്കിൽ ഒരു 10 അടി ഗ്യാപ്പിന് ചാന്തിട്ടതിന് ശേഷം അതിൽ ഗ്രൗട്ട് ഊറ്റണം. ഗ്രൗട്ട് ഊറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത സൈഡിലോട്ട് പോയി ചാന്തിട്ട് നമ്മൾ പണി ചെയ്യാൻ പാടുള്ളൂ. ഇല്ല മൊത്തത്തിൽ ചാന്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗട്ട് ഊറ്റി വരുമ്പോൾ ചാന്ത് കിടന്ന് ഉണങ്ങുമ്പോൾ ഈ ഗ്രൗട്ട് ഇതിൽ പിടിക്കില്ല. നമ്മൾ തേക്കുന്ന സമയത്ത് പിടിച്ചിരിക്കും. അത് പിറ്റേ ദിവസം ആകുമ്പം ഈ ചാന്തിൽ നിന്ന് ഈ ഗ്രൗട്ട് അങ്ങ് വിടും. ഇപ്പം അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇതിപ്പോൾ ഇരട്ടി പണിയാണ് വരുന്നത്. അപ്പം നമ്മൾ പറയും ഇന്ന് എന്തായാലും പറ്റത്തില്ല, കാരണം അതാണ് നമ്മുടെ സൈറ്റ്. ഇതാണ് നമ്മുടെ സൈറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലയൻറ്റ് വിളിച്ച് വന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ പറയും നാളെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് അവിടെ വർക്ക് നടക്കണം. അപ്പം വർക്ക് തീരാതെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നാളെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ശേഷം വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചാന്തിടുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്
നല്ല രീതിയിൽ ലൂസ് ചാന്ത് വേണം ഇടാൻ. രണ്ടാമത് നല്ല രീതിയിൽ വെള്ളം ഒരു 4-5 ദിവസമെങ്കിലും നല്ല രീതിയിൽ വെള്ളം കെട്ടി നിർത്തണം. കെട്ടി നിർത്തിയാൽ മാത്രമേ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊട്ടലുകൾ വീഴാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ചാന്തിടുമ്പോൾ ചാന്ത് ഉണങ്ങും മുമ്പേ നമ്മൾ ഗ്രൗട്ട് ഊറ്റി അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ, രണ്ടാമത് നമ്മൾ അടിച്ച് പൊട്ടിക്കേണ്ടി വരും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.